Hello, hi, I am Thesnim Azeez. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഏതാണ് ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ റോബോട്ട് തുടക്കുകയും അടിച്ചു വാരുക തുടക്കുകയെല്ലാം ചെയ്യുന്ന ഒരു റോബോട്ട്. അപ്പോൾ ഒരുപാട് പേര് അതിന് വീണ്ടും കുറേ സംശയങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ കൂടി അതിന് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യണം. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നത് അന്ന് കുറേ പേർക്ക് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും അധികമായിട്ടുണ്ടായിരുന്നില്ല അത്. അപ്പോൾ ഞാൻ വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ വന്നപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്ന് എനിക്കും ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കുറേ ആൾക്കാർ ഇതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ഇതിനെക്കുറിച്ചൊരു അവെയറാണ് എന്തായാലും. എന്നിട്ട് പിന്നെ ഡൗട്ട്സ് ചോദിക്കുന്നതായിരുന്നു. കുറേ പേര് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് അന്ന് തന്നെ കുറേ പേര് വാങ്ങിയാണ്. ഇപ്പോൾ അത്രയും സെയിലുണ്ട്. അപ്പം ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിലാഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് മിലാഗ്രോ അറിഞ്ഞിട്ടൊന്നും വാങ്ങിയതല്ല. എനിക്ക് കണ്ടപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ഷോപ്പിൽ വന്ന് ചോദിച്ചു, അവരോട് ചോദിച്ചു നല്ലത് ഏതാണ് അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ വാങ്ങിയതാണ്. എനിക്കും ഈ ബ്രാൻഡ് അറിഞ്ഞിട്ട് വാങ്ങിയതൊന്നുമല്ല. പക്ഷെ എനിക്കിത് യൂസ് ചെയ്തിട്ട് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനത് വീഡിയോ ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും എന്നെ പോലെയുള്ളവർക്ക് താല്പര്യമുള്ളവർ വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊരു സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 6990 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ആ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6990. ഇതിൽ അടിച്ചു വാരി നമ്മൾ ചെയ്യില്ലേ, ആ ഒരു പൊടിയൊക്കെ എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇത് ചെയ്യുന്നത്. അത് നന്നായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യും. പക്ഷെ തുടക്കില്ലേ, നമ്മൾ വെള്ളം നനച്ച് മോപ്പ് ചെയ്യില്ല, അത് നടക്കില്ല. പക്ഷെ ക്ലീനിങ് നല്ല വൃത്തിയായിട്ട് ചെയ്യും. അത് മറ്റേത് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യും. പിന്നെ ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് ചാർജ് കഴിയുന്ന സമയത്ത് നമ്മൾ മൊബൈലൊക്കെ റീചാർജ് ചെയ്യില്ലേ, അതേപോലെ തന്നെ റീചാർജ് ചെയ്യാൻ നമ്മൾ കൊണ്ടുപോയി കുത്തി കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ. മറ്റേതാണെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ചാർജ് കഴിയുമ്പോൾ അത് തനിയെ അതിൻ്റെ ഹോമിൽ പോയിട്ട് റീചാർജ് ആയിട്ട് അത് എവിടെയാണോ നിന്ന് അവിടുന്ന് വന്നിട്ട് വീണ്ടും വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഇതാണ് 6990 എന്ന് പറഞ്ഞ മോഡൽ. ഇതാണ്. ഇനി ആ കാര്യത്തിൽ നിങ്ങൾ സംശയം വിചാരിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണൂർ നിക്ഷാനിൽ വന്നിരിക്കുകയാണ്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ ഈ മിലാഗ്രോൻ്റെ ഒറ്റ പീസ് തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വാങ്ങിയ ഈ മോഡൽ ശരിക്കും 34,000 എങ്ങാണ്ടാണ്. പക്ഷെ അതെനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത് 1990 എന്നാണ് പ്രൈസിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത്, അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വാങ്ങുന്നത് ഇതാണ്. ഇത് 13,990 കിട്ടുന്നത്. ഓഫർ പ്രൈസാണ് 13,990. ആ പ്രൈസിനാണ് ഇത് ഇപ്പോൾ വാങ്ങുന്നത്. അപ്പോൾ ഇതുണ്ടല്ല 13,990 എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയത് 19,990. പക്ഷെ രണ്ടും ഫങ്ഷൻ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇതിലും എല്ലാം അടിച്ചു വാരി പൊടിയെല്ലാം എടുക്കും. ഇതിലും പിന്നെ എന്താണ് തുടച്ച് അങ്ങനെ അത് ഓരോ ബ്രാൻഡിൻ്റെ വ്യത്യാസം ഉണ്ടാവില്ല പ്രൈസിൽ. അങ്ങനെ വരുന്നൊരു വ്യത്യാസം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ 13,990 ആണ് പലരും ഇപ്പം നിക്ഷാല് വിളിക്കുമ്പോൾ അവർ പിന്നെ കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സംഭവമാണ്. പിന്നെ വരുന്നത് ഇപ്പം ഞാൻ വാങ്ങിയതിൻ്റെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ സംഭവം എന്താ, ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഒരു മാസത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി മക്കളടുത്തൊക്കെ താമസിക്കാനൊക്കെ പോയില്ലേ, ഞാനൊക്കെ പോകാറില്ല. അതേപോലെ ഇപ്പോൾ നമ്മൾ പോയി, അപ്പോഴും നമ്മുടെ വീട് ക്ലീൻ ആയിരിക്കാൻ നമുക്ക് മൊബൈലിൽ നമ്മുടെ വൈഫൈ ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് എവിടെയാണോ അവിടെ ഇരുന്നിട്ട് നമുക്കിത് നമ്മുടെ റൂം അതിൽ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലത് വർക്ക് ചെയ്ത് എവിടെയാണോ നമ്മൾ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം പോയിട്ട് അവിടെ വർക്കായിട്ട് അവിടെ എല്ലാം ക്ലീൻ ആയിട്ട് വരും. അപ്പോൾ അതിന് മാപ്പിംഗ് എന്നാണ് പറയുക. അതായത് നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് നമ്മൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇത് വർക്ക് ചെയ്യാൻ, നമ്മൾ വീട് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണമെങ്കിൽ അതിനൊരു മാപ്പ് ഇങ്ങനെ നമ്മുടെ റൂമിൻ്റെ ഒരു സൈസ് അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രീ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് പോയിട്ട് നമുക്ക് റിമോട്ടിൽ തന്നെ ചെയ്യാം. ആ റൂം അവിടെ ക്ലീൻ ചെയ്യും, അടുത്തതിലേക്ക് പോകും. ആ സമയത്ത് എത്ര സമയമാണോ ഓരോ റൂം ക്ലീൻ ചെയ്യേണ്ടത് അതിനനുസരിച്ച്
ആണ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസല്ല എനിക്ക് പറയാൻ പറ്റുക. സ്റ്റാർട്ടിംഗ് പ്രൈസ് 6990 ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടിയ ഫംഗ്ഷനുള്ളത്. 34,900 ശരിക്കുള്ളത്. പക്ഷേ ഇപ്പോൾ 29,990 ആണ് ഇപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇത്രയും സംശയങ്ങൾ ആൾക്കാർ വന്നപ്പോഴേ അതിന് വേണ്ടി ഞാൻ ഷോപ്പിൽ വന്നിട്ട് നിക്ഷാനിൽ വന്നതാണ്. കാരണം അല്ലാതെ എൻ്റെ വീട്ടിൽ ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ, റോബോട്ടേ ഉള്ളൂ. അപ്പോൾ അത് സംശയം തീർക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ വന്നിട്ട് ഈ വീഡിയോ ചെയ്യണം. പ്രൈസിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു. ഇനി ഞാൻ വേറെ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, ജനൽ ക്ലീൻ ചെയ്യുമോയെന്ന്. ഇത് നിലം മാത്രം വൃത്തിയായത്, കുരങ്ങനെ പോലെ ഇങ്ങനെ കയറി പോയിട്ട് ജനൽ വൃത്തിയാക്കില്ല. ഇത് നിലം മാത്രമേ വൃത്തിയാക്കുള്ളൂ. ഓക്കെ. പിന്നെ സ്റ്റെപ്സ് വൃത്തിയാക്കുമോ. ഇത് പോകാൻ പറ്റുന്ന ആ വീതിയുള്ള സ്റ്റെപ്സ് ആണെങ്കിൽ പോവും, അവിടെ വൃത്തിയാക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് എടുത്ത് വെക്കണം. കാരണം ഇത് ഞാൻ കാണിച്ചു തന്നതല്ലേ, അത് ഇങ്ങനെ ഒരു ഇറങ്ങാൻ പറ്റാത്ത സ്ഥലം സെൻസ് ചെയ്തിട്ട് അത് താഴേക്ക് പോവില്ല. അങ്ങനെ ചാടി പോകുന്ന സംഭവമല്ല ഇത് നിലം വൃത്തിയാക്കുന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞാലും അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാറാണ് ചെയ്യാറ്. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വൃത്തിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചതിൻ്റെതാണ്. ഇങ്ങനെയാണ് ഇത് വൃത്തിയാക്കുക. ഇങ്ങനെ ഇത് പോകാൻ പറ്റുന്നതാണെങ്കിൽ പോവും. എന്നിട്ട് ഇത് കണ്ടോ, അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് താഴേക്ക് വീഴില്ല. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തായാലും സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീണിട്ട് ഈ പ്രോഡക്റ്റ് മോശമാവില്ല. ഇതിങ്ങനെ നോക്കുന്നതാണ് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ എഡ്ജിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് വീഴില്ല കേട്ടോ, അത് തിരിച്ചു പോവുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മൾ അപ്സ്റ്റെയറിലൊക്കെ അത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വീണ് നാശമായി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. മുകളിൽ ഒക്കെ ഞാൻ ഓണാക്കിയിട്ടിട്ട് ഞാൻ താഴെ വന്നിട്ട് ജോലി ചെയ്യാം. അപ്പോൾ ആ സംശയം ക്ലിയർ ആയി എന്ന് വിചാരിക്കുക. ഇതപ്പോൾ നമ്മൾ ടൈലിൽ നിന്ന് പാനൽ ചെയ്ത് അങ്ങോട്ടേക്ക് കയറി ചെറിയ സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ, വളരെ ചെറിയൊരു ഇതൊക്കെ ആണെങ്കിൽ അത് കയറിപ്പോകും. പിന്നെ പ്രൈസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, വാറണ്ടി 1 year ആണ് വാറണ്ടി ഉള്ളത്. ഓക്കെ. പിന്നെ നിക്ഷാൻ ഇവിടുന്ന് ഞാൻ ഇതിലൊരു നമ്പർ തരുന്നുണ്ടല്ലോ, ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് തരും. ഓക്കെ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ളത് ഇത് ഫിനാൻസിൽ കൂടെ അങ്ങനെ എടുക്കാൻ പറ്റുമോയെന്ന്, ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അത് അവർ പറഞ്ഞുതരും. കാർപ്പറ്റിൽ കയറുമോ എന്നുള്ളതാണ് ഒരു സംശയം ഉണ്ടായിരുന്നത്. അപ്പോൾ കാർപ്പറ്റിൽ ഇങ്ങനെ ഈ റോബോട്ടിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഇതിൽ ഞാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ അധികം കാണിക്കുന്നില്ല. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാണ് ചെയ്യണം. ഇത് കോർണേഴ്സ് വൃത്തിയാക്കും എന്നുള്ളത് കുറേ ചോദിക്കുന്നുണ്ട്. കോർണേഴ്സ് വൃത്തിയാക്കും, മോപ്പ് ചെയ്താൽ വൃത്തിയുണ്ട് എല്ലാം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ മാത്രമാണ് ചെയ്യണത്. പിന്നെ ഇത് എവിടെയാണ് കിട്ടുകയെന്ന് ഇപ്പോഴും കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, അവർ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തു തരും. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കത് അയച്ചു തരികയും ചെയ്യും. ഡസ്റ്റ് നന്നായിട്ട് പോവുമോ ചോദിക്കണം. നന്നായിട്ട് ഡസ്റ്റ് എല്ലാം പോകുന്നുണ്ട്. എല്ലാ ഡൗട്ട്സും ഞാനിതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാം ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. വാങ്ങാനാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിലും വിലയുടെ കാര്യമാണെങ്കിലും ഒക്കെ. അടുത്തൊരു സംശയം, റിമോട്ട് വെച്ചിട്ട് ഞാൻ പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ഈ റിമോട്ട് കൈ പിടിക്കുന്ന സമയം നിങ്ങൾക്കത് വർക്ക് ചെയ്തുകൂടെ നിങ്ങൾക്കത് അടിച്ചു വരിക്കൂടെ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ റിമോട്ട് കൈ പിടിച്ചിരിക്കുന്ന അതിൽ ഞാൻ ആ വീഡിയോയിൽ ആദ്യമേ പറയുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ അത് ഓണാക്കിയിട്ട് റൂമിലാക്കിയിട്ട് അതിനങ്ങ് വാതിലടച്ചേക്കും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അതങ്ങ് ഫങ്ഷൻ അങ്ങ് ചെയ്ത് കംപ്ലീറ്റ് ആവും. അപ്പോൾ പിന്നീട് ഞാനത് വാതിൽ ഓർന്നോർത്ത് അടുത്ത റൂമിലേക്കാക്കും. അങ്ങനെ അപ്പോൾ ഞാൻ സ്പെഷ്യൽ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് റിമോട്ട് യൂസ് ചെയ്യേണ്ടുള്ളൂ. അല്ലാതെ റിമോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. റിമോട്ട് കൈ പിടിച്ചത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു മെഷീനും വെച്ച് ഇരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൂടുതൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ആ റിമോട്ടിൽ അത് പ്രസ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയൊന്നും വേണ്ട. വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അത്
ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത് റിമോട്ടിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോർണറിൽ ചെയ്യണമെങ്കിൽ കോർണർ ചെയ്യും, നടുവിൽ ചെയ്യണം. അത് ഓണാക്കിയിട്ട് നമുക്ക് പോവാം നമ്മുടെ പണി എന്താ നോക്കിയിട്ട്. ഇനി റിമോട്ടിൽ അല്ലാതെ ചെയ്യുന്നതാണെങ്കിൽ അതവിടെ ഓണാക്കിയിട്ടാലും അതങ്ങനെ തനിയെ അത് ഫങ്ഷൻ ചെയ്തോളും. അപ്പോൾ ആ ഒരു റിമോട്ട് കൈ പിടിച്ചിരിക്കുന്ന സമയം കളയാന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. നമ്മൾ കൂടെ ആവശ്യമില്ല, നമ്മളിത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല. അതും നമ്മളിതിൽ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ രാവിലെ ഏർലി മോർണിംഗ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോഴേക്ക് എൻ്റെ ഡൈനിങ് റൂമെല്ലാം അവിടെയാണ് ഇത് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈനിങ് റൂം അങ്ങ് വൃത്തിയാക്കിക്കോളും, നമ്മളതിങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേട്ടോ, ഇതിന് എൻ്റെ കയ്യിൽ റിമോട്ടൊന്നുമില്ല. പലരുടെ ഇതാണ് റിമോട്ടില്ലാതെ ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, റിമോട്ട് കൈ പിടിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, റിമോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. റിമോട്ടില്ലാതെ തന്നെ അത് വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ഡൗട്ട് അതിൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പുതിയൊരു പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ അതിനെ കണ്ണടച്ച് അതിനെ അങ്ങോട്ട് എതിർത്തിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഇതൊക്കെ നമ്മൾ വാങ്ങും. സാവധാനം എല്ലാവരും ഇത് വാങ്ങും. ഇപ്പോൾ അടിച്ചു വാരുക മാത്രമാണെങ്കിൽ അടിച്ചു വാരി കിട്ടിയാൽ തന്നെ തുടക്കൽ എളുപ്പമാണെന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 6,990 ഉള്ളൂ, അത് വാങ്ങാം. എന്നിട്ട് നമുക്ക് അടിച്ചു വരുന്ന പണിയെന്ന് കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കുന്ന പണിയല്ലേ ഉള്ളൂ, അങ്ങനെയാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രൈസ് കൊടുത്തിട്ട് 13,990 എൻ്റെ ഇതേ സംഭവത്തിൻ്റെ തന്നെ ഇതേ ഫംഗ്ഷൻ എല്ലാം നടക്കുന്ന 13,990. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ 13,990 വാങ്ങി, ചിലർ 29,990 വാങ്ങി എന്ന് പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങുക, ഇഷ്ടമില്ലെങ്കിൽ വാങ്ങണ്ട, അത്രയേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. ഞാനൊരു പുതിയ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായ പ്രോഡക്റ്റിനെ മാത്രമേ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കാറുള്ളൂ. അല്ലാതെ ഞാനങ്ങനെ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ കമ്പനി എനിക്ക് ഒറ്റ പൈസ തന്നില്ല അങ്ങനെ ആരൊക്കെ പറഞ്ഞു. ഞാൻ ഏതോ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പോലെ ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി സംസാരിച്ചിട്ടേ ഇല്ല. കമ്പനിൻ്റെ പേര് ഞാൻ ഒറ്റ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിട്ട് അത് വാങ്ങിയ പ്രോഡക്റ്റ് എനിക്കിഷ്ടമായി. അപ്പം എന്നാൽ എല്ലാവരെയും ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ പിന്നെ കുറേ പേരുടെ വേറൊരു കമൻറ്റ് വന്നത് കൊളസ്ട്രോൾ, ഷുഗർ, അങ്ങനെ പ്രഷർ, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരുന്നുള്ളതാണ് വേറൊരു കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ ഇത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ, നിങ്ങൾക്ക് ഹൗസ് കീപ്പിംഗ് ഇഷ്ടമുള്ള ഒരു പാഷനായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുന്ന, അത് ഏത് ജോലിയും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ സ്വയം ചെയ്യുന്നതന്നെ. ഇപ്പോൾ ലിഫ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുമെങ്കിൽ സ്റ്റെപ്പ് കയറി തന്നെ വേണം, അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ അടുത്ത് ബെൻഡ് ചെയ്തിട്ടൊന്നും ചെയ്യരുത്, വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക്, അതേപോലെ സമയമില്ലാത്ത, അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞു, സമയം ഇല്ലാത്തവർക്ക് ജോലിൻ്റെ തിരക്കിൽ അങ്ങനെയൊക്കെയാണ്, സമയമില്ലാത്തവർക്കും അത് ചെയ്യേണ്ട ആവശ്യം, ഇങ്ങനെയുള്ള എന്തെങ്കിലും മെഷീനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേപോലെ ഏജ് ആയിട്ടുള്ളവർക്കും നല്ലതാണ്. അതേപോലെ പിന്നെ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുള്ള അതാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പുതിയ മെഷീൻ വരുമ്പോൾ അതിനെ അങ്ങ് അടച്ചങ്ങ് വേണ്ടാന്നങ്ങ് പറയുകയല്ല ചെയ്യേണ്ടത്. വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന വീടുകളിൽ, മിക്സി വീടുകളിൽ കോമൺ ആയിട്ട് വന്ന പോലെ തന്നെ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരും. നമ്മളിപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ, അത് അന്നേ ഞാൻ ആ വീഡിയോയിൽ അതിനുള്ള റിപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാവങ്ങളൊക്കെ എന്താ ജോലി കളയാന്നല്ല. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള അടിച്ചുവാരി തുടച്ച് നമ്മുടെ വീട്ടിലെ വൃത്തികേടുകൾ ശരിയാക്കാനുള്ളവരും എന്തിനാ അങ്ങനെ ആക്കുന്നവരെ, അവർ നല്ല ജോലികളിലേക്ക് പോട്ടെ, അവർ നല്ല ജോലികളിൽ കണ്ടെത്താൻ നമ്മൾ ഹെൽപ്പ് ചെയ്യല്ലേ വേണ്ട. അല്ലാതെ നമ്മളെ വീട്ടിൽ എപ്പോഴും അടിച്ചു വാരുക, പാത്രം കഴുകുക, വൃത്തിയില്ലാത്ത കാര്യങ്ങൾ അലക്കുക, അതല്ലല്ലോ. പാവങ്ങളായി പോയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ജോലി ചെയ്യേണ്ട ആൾക്കാരല്ലല്ലോ. നല്ല ജോലികൾ കണ്ടെത്തട്ടെ, അവരെ നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് സാമ്പത്തികം അനുവദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ വാങ്ങിയത് 19,990, അവിടെ ഇതാ 29,990. ഞാനത് വാങ്ങിയില്ലേ, എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, അല്ലേ. ഇപ്പോൾ വൈഫൈൻ്റെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്കിത് മതി, എൻ്റെ അടുത്തുള്ളത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.